കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി തന്നെയാണ്. അനന്തപത്മനാഭനാണ് ഏറ്റവും ധനാഢ്യൻ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പത്മനാഭനെ പലരും നോട്ടം ഇട്ടിട്ടുണ്ട്, മോഷ്ടിക്കാൻ പലരും നോട്ടം ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരു വാർത്ത വന്നിരിക്കുന്നത്, കൊറിയക്കാരിയായ ഒരു വ്ളോഗർ, ഒരു യൂട്യൂബർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഡ്രോൺ പറത്തി ചിത്രീകരിച്ചു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പിന്നിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവരെ പിടികൂടിയോ? എന്തൊക്കെയാണ് ബാക്കി വിശദാംശം? അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിന്നീട് ഉള്ളൊരു കാര്യത്തിലേക്ക് പോകണം. പക്ഷേ അതിനു മുമ്പ് നമ്മളത് ചർച്ച ചെയ്യേണ്ടത്, ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖല എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ മേഖല. ശതകോടീശ്വരനാണ് അത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളറിയാം, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത് ഒരു വലിയ ഇത്രത്തോളം നിധിശേഖരമുള്ള നിലവറകളുണ്ട് എന്ന് അറിഞ്ഞ നാൾ മുതൽ ഇവിടെ വലിയ സുരക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവർ ഈ കൊറിയൻ യുവതി ഇതിൻ്റെ നമുക്കറിയാം 4 നടയാണുള്ളത്. കിഴക്കേ നട, പടിഞ്ഞാറ് നട, വടക്കേ നട, തെക്കേ നട. ഇത് അതിൻ്റെ ചുറ്റിനും ഒക്കെ പഴയ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ്. അവിടെ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഇവർ ഡ്രോൺ ഉപയോഗിച്ചു ഈ ചിത്രങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത് ഈ അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ കടന്നുകൂടി എന്നുള്ളതാണ്. അവർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്ക വരെ എത്തി, ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട്. സാധാരണഗതിയിൽ ഇവിടെ ഉള്ള ഒരാളാണ് ഈ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ ഇവിടുത്തെ നിയമപാലകരെ ആട്ടി വായിക്കുക അവനെ. ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണോ ഇവരൊക്കെ പോയെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവർ അത് കൊണ്ടുപോയി അവരുടെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തു. അവരുടെ യൂട്യൂബ് ചാനലിൽ 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത്രത്തെക്കുറിച്ച്. നമ്മൾ ഇടയ്ക്ക് കേട്ടതാണ്, അവിടെ നിന്ന് ഭഗവാന്റെ മാലയിലെ ചില അംശങ്ങൾ കാണാതെ പോയി എന്നും അത് മണലിൽ കിടന്ന് കണ്ടുകിട്ടിയെന്നും ഒക്കെയുള്ള വാർത്തകളൊക്കെ വന്നു. കാരണം അതിനകത്തേക്ക് കിടക്കുന്നവരെ പോലും ദേഹപരിശോധന നടത്തിയിട്ടാണ് ദർശനത്തിന് അനുവദിക്കുന്നത്. പഴയ രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ അതുപോലെ വളരെ നീണ്ട നിര തന്നെയാണ് ദർശനത്തിന്. മൊബൈൽ ഫോൺ അനുവദിക്കത്തില്ല. നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ കാറിന്റെ കീ ഉണ്ടല്ലോ, റിമോട്ട്, അതും അവിടുത്തെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അത്രയും വളരെ നിയന്ത്രണമുള്ള, വളരെ ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നിടത്ത് എങ്ങനെ ഈ കൊറിയൻ യുവതി കടന്നുകൂടി എന്നുള്ളതാണ്. ഈവൻ മുണ്ടുടുത്തു കഴിഞ്ഞാൽ അകത്ത് പാൻറ് പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു പാൻറിനകത്ത് വല്ലതും വെക്കുമോ എന്നുള്ള രീതിയിൽ. പണ്ട് മുണ്ടുടുത്തിട്ട് പാൻറ് ഇട്ടിട്ട് അതിന് മുകളിൽ മുണ്ടുടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത് ഒരു കാലത്ത് ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുന്നതിന് ശേഷമാണ് ഇതിനകത്തെല്ലാം മാറ്റം വന്നതും അവിടുത്തെ ദർശന രീതിയിലും ഒക്കെ മാറ്റം വരികയുണ്ടായി. ഇത് നമുക്കറിയാവുന്നത് അവിടുത്തെ ചില ആചാര രീതികളൊക്കെയുണ്ട്. ആ ആചാര രീതികൾ അനുസരിച്ച് കൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇവരിത്തരത്തിൽ ഈ വീഡിയോ പകർത്തി അത് യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പലരും പഠിക്കുകയും ഒക്കെ ചെയ്യും. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊക്കെ ആശങ്ക ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, വലിയ കൽക്കോട്ടകൾ തന്നെയാണ്, കൽമണ്ഡപങ്ങളും ഒക്കെയാണ്. ഇതൊരാൾക്ക് പെട്ടെന്നങ്ങ് ഇടിച്ചു കയറി ചെല്ലാവുന്ന ഒന്നും അല്ലതാനും. നമ്മളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുമ്പോൾ ഈ നിലവറയൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ ചിലയിടത്തൊക്കെ വലിയ ലോക്കൊക്കെ ഇട്ട് കവർ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ അവിടെ ആരും നമ്മളവിടെ പറഞ്ഞു തരുന്നില്ല, ഇത് ഈ നിലവറയാണ്, ബി ആണ്, എ ആണ് എന്നൊന്നും പറഞ്ഞു തരുന്നില്ല. ചില നിലവറകൾ തുറക്കാനുമുണ്ട്. ഇനി അത് അവിടെ നിൽക്കട്ടെ, അത് അതിൻ്റേതായ ചില ചരിത്ര പ്രാധാന്യവും ദൈവികമായ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതങ്ങനെ തുറക്കാതെ നിർത്തിയിരിക്കുന്നതാണ്.
അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത് 4 നടയിൽ നിന്നും ഭക്തർക്ക് പ്രവേശം ഉണ്ടെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ചുറ്റിനുമുള്ള കുറേ അധികം ഈ കച്ചവടക്കാർ പോലുമുണ്ട്. അവർ പോലും സുരക്ഷാ മേഖലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അതൊക്കെ കുറച്ച് മാറ്റി നിർത്തണം, അകറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 നടയിലേക്കും കയറുമ്പോൾ ആ ഒരു കിഴക്കേ നടയെന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രയോ മീറ്റർ മാറ്റി അവിടെ നിന്ന് ചിലപ്പോൾ ഈ സ്ക്രീൻ ചെയ്ത് കയറ്റിവിടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ഇതിപ്പോൾ ആ പടി അങ്ങോട്ട് കയറുന്നിടത്ത് മുതൽ മാത്രമേ അവരെ സ്ക്രീൻ ചെയ്ത് കടത്തിവിടുന്നുള്ളൂ. ഇത് മാറ്റിയിട്ട് കുറേ ഈ ഇപ്പോൾ കിഴക്കേ കോട്ട എന്ന് പറയുന്നിടത്ത് തന്നെ ഈ വഴിയോരത്ത് കുറേ കച്ചവടക്കാരുണ്ട്. അവരുടെ ഉപജീവനമായിരിക്കും, പക്ഷേ അവരവിടെ ഈ നടപ്പാതകൾ മുഴുവൻ അപഹരിച്ചുകൊണ്ടുള്ള കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ മാറ്റി നിർത്തണം. കാരണം ഇത്തരത്തിലുള്ള ഈ കച്ചവടത്തിൻ്റെ മറവിലൊക്കെ പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഈ സുരക്ഷാ മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4 സൈഡിലുള്ള കച്ചവടക്കാരെ മുഴുവൻ വളരെ ബഹുദൂരം മാറ്റി നിർത്തുകയാണ് വേണ്ടത്. കാരണം ഇതിനകത്തേക്ക് ആവശ്യമായ വഴിപാട് സാധനങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ മറ്റ് ചില ഈ നമുക്കറിയാമല്ലോ ഈ ഉത്സവപ്പറമ്പിലെ കാണുന്ന മാതിരിയൊക്കെ വളാജീപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഫുട്പാത്ത് കച്ചവടമാണ് ചുറ്റിനും നിറഞ്ഞിരിക്കുന്നത്. അതൊക്കെ മുഴുവൻ ഒഴിവാക്കുകയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അകത്തും തോക്കുധാരികളായിട്ടുള്ളവരും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം സുരക്ഷയോടുകൂടി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ ഈ ഡ്രോൺ പറത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കിട്ടുകയാണ്. അതിൻ്റെ ചരിത്രം, മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുകയാണ്. എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം, അതുപോലെ ഇതിൻ്റെ നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഇവരെ കൊണ്ടുവന്ന ഒരു ടൂറിസ്റ്റ് കാണും, ഒരു ഗൈഡ് കാണും. ഗൈഡ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല, ഡ്രോൺ പറത്താൻ പാടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇല്ല, ഈ അതീവ സുരക്ഷാ മേഖലയിൽ ഒരിക്കലും ഡ്രോൺ പറത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, ഡ്രോൺ നമുക്ക് എത്ര മീറ്ററൊക്കെ ദൂരെ ഒന്നും പറത്താലോ. അപ്പം ഇത് ഒരിക്കലും അങ്ങനെ സാധിച്ചൂടാ. ഇതിന്റെ മുകളിൽ കൂടെ പറഞ്ഞെങ്കിലല്ല അതിന്റെ ചിത്രങ്ങൾ കിട്ടും. പിന്നെ എന്തായാലും ഗൈഡ് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ ആരാണോ അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരിപ്പോൾ ഒരു ഏജൻസി വഴിയായിരിക്കാം വന്നേ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡ് മുഖേന വന്നതായിരിക്കും. ഒരു ഗൈഡ് ഇല്ലാണ്ട് എന്തായാലും ടൂറിസ്റ്റുകൾ വരത്തില്ല. ഇവരുടെ പേര് കെല്ലി എന്നാണ്. ഇവർക്ക് എന്തായാലും ഇവിടെ ഒരു ബന്ധമുണ്ട് ആരെങ്കിലുമായിട്ട്. കാരണം ഇവിടെ ഉള്ള ആരോ ഇതിന് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് അവരിവിടെ വന്നത്. അവരിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. കാരണം ആർക്കും ഇപ്പോൾ ലോകത്ത് ഉള്ള ഏതെല്ലാം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ചരിത്ര സ്മാരകങ്ങളോ ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവരെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് വാരാണസിയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ മേൽ മറ്റ് ഇവരുടെ ഇട്ട വീഡിയോ പിന്നെ അത് റിമൂവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് പ്രായോഗികമായി നടപ്പിലാകുമെന്ന്. കാരണം അതിനകത്ത് ചിലപ്പോൾ ഇല്ലീഗലായിട്ടൊന്നും ഉണ്ടാകത്തില്ല. അവർ ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം കാണിച്ചുകൊണ്ട് ഇതിൻ്റെ കഥകളും ഒക്കെ പറയുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം നിധിശേഖരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാകാം. ഇതിന് ഇത്ര നിലവറയുണ്ട്, ഇതെങ്ങനെയാണ് ഈ നിധിശേഖരം ഇതിനകത്ത് വന്നത്, ഇതാരുടെ ഭരണകാലത്താണ്, ഇത് കേരളത്തിലൊരു രാജഭരണം ഉണ്ടായിരുന്നു, ആ ഭരണകാലത്താണ്, ഇതൊക്കെ അവർ ചരിത്രം പറയുന്നുണ്ടാകാം. പക്ഷേ ഇതിനകത്തുണ്ടായിരിക്കുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ഇത് ചരിത്രം ആര് വേണേൽ പറഞ്ഞോട്ടെ, അത് എല്ലായിടത്തും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനകത്തുണ്ടായിട്ടുള്ളത് അതീവ സുരക്ഷാ മേഖലയ്ക്കകത്ത് എങ്ങനെ ഇപ്പോൾ പാർലമെന്റിനകത്ത് പോയി ഇതുപോലെ ഒരു ഡ്രോൺ പറത്തുക അല്ലെങ്കിൽ അവിടുന്ന് ദൃശ്യങ്ങൾ ഇല്ലീഗലായിട്ട് പകർത്തുക ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് സുരക്ഷാ മേഖലയാണ്. ഇപ്പം ഒരു ബട്ടന്റെ ഒരു ഹോൾ പോലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്യാമറകളുണ്ട്.
ഇപ്പൊ നമ്മൾക്ക് ശ്രീപത്മനാഭന്റെ അകത്ത് ചെന്നാൽ പോലും പിടിക്കാം. പക്ഷെ ഇതൊക്കെ ആ ഒരു വാതിലിൽ ചെല്ലുമ്പോൾ പിടിക്കും. പക്ഷെ അതൊന്നും കണ്ടുപിടിക്കാത്ത രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ പത്മനാഭനെ സുരക്ഷിതമാക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ചുകൂടിയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് ഈ പറഞ്ഞോളെ സുരക്ഷാ നിർവഹണം കുറച്ചുകൂടി ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം കോടികളുടെ സ്വത്തുക്കൾ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപഹരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്കറിയാം ഈ അടുത്ത കാലത്തായി എനിക്ക് എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഒരു വിദേശ മ്യൂസിയത്തിൽ നിന്നും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെടുക. അപ്പം അത്രയും സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ പോലും കള്ളന്മാരുണ്ട്. അവർ സാങ്കേതികപരമായിട്ട് കള്ളന്മാരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ സുരക്ഷാ മേഖലയും ഈ പറഞ്ഞോണം പത്മനാഭനെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ കൊറിയൻ യുവതിയെ സംശയിക്കേണ്ടിയിരിക്കും.